നമ്മൾ പ്രസവരക്ഷയ്ക്ക് പോകുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഡയപ്പർ റാഷസ്. ഇത് കുഞ്ഞുങ്ങളെയും ഒത്തിരി വേദനിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ തോന്നുന്ന കാര്യങ്ങളാണ്. ഇവർക്ക് ഇത് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്? ഡയപ്പർ കാരണം ആണ് മെയിൻ ഡയപ്പർ റാഷ് വരുന്നത്. ഒന്നുകിൽ അതിൻ്റെ ഫ്രിക്ഷൻ അത്ര സോഫ്റ്റ് അല്ലെങ്കിൽ, പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റുന്നില്ലെങ്കിൽ, അതല്ല ഇനി പാലിൻ്റെ എന്തെങ്കിലും ഒരു ചേഞ്ച് കാരണം ആ സ്റ്റൂളിൽ വരുന്ന അല്ലെങ്കിൽ മോഷനിൽ വരുന്ന എന്തെങ്കിലും pH ഡിഫറൻസ് കാരണവും ഇത് വരാം. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക നമുക്ക്? ഒന്ന്, ഫ്രീക്വൻ്റ് ആയിട്ട് ഡയപ്പർ മാറ്റാം. എവറി 2 to 3 hours ഡയപ്പർ മാറ്റുക. മോഷൻ പാസ് ചെയ്താൽ അപ്പം തന്നെ ഇത് മാറ്റുക. കുറച്ച് ചില കുട്ടികൾ ഗ്യാസ് പോകുമ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസിൽ മോഷൻ പാസ് ചെയ്യും. അപ്പോഴും ഈ ഡയപ്പേഴ്സ് റിമൂവ് ചെയ്യുക, ഫ്രഷ് ആയിട്ട് ഇടുക. യൂറിൻ മാത്രമുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ വാഷ് ചെയ്യാതെ നെക്സ്റ്റ് ഡയപ്പർ ഇടരുത്. മാക്സിമം വാട്ടർ യൂസ് ചെയ്ത് തന്നെ അവരെ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. വൈപ്സ് അധികം ഉപയോഗിക്കാതിരിക്കുക. യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള വൈപ്സ് യൂസ് ചെയ്യാം. പിന്നെ ഈ ഡയപ്പർ ചേഞ്ചിങ്ങിൻ്റെ ഇടയിൽ കുറച്ച് ടൈം, ഒരു 15 minutes നമ്മൾ അവർക്ക് ഒരു ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കുക. ഡയപ്പർ ഇല്ലാണ്ട് അവരുടെ സ്കിന്നൊന്ന് ബ്രീത്ത് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫുൾ ഡേയിൽ ഒരു 2 hours എങ്കിലും മിനിമം വിത്തൗട്ട് ഡയപ്പർ അവരെ ഫ്രീ ആയിട്ട് വിടുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ റാഷ് വരുന്നതിൻ്റെ ചാൻസസ് കുറവായിരിക്കും. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് വൺ, റാഷ് ക്രീംസ് പരട്ടുക. ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിരിക്കും ഇനിയും ഈ മോഷൻ അവിടെ പറ്റാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരുന്ന ഇറിറ്റേഷൻ കുറയ്ക്കാൻ പറ്റും. സെക്കൻഡ് വൺ, മാക്സിമം ഡയപ്പർ ഫ്രീ ടൈം. മാക്സിമം ടൈം അവരെ ഫ്രീ ആയിട്ട് വിടുക. അത് ഉണങ്ങാനായിട്ട്. റാഷസ് ചെറിയ പിമ്പിൾസ് പോലെ ആയിരിക്കും വരിക, അത് പൊട്ടും. അതിന് അപ്പോൾ അത് എക്സ്പോസ്ഡ് വൂണ്ടാണ്. അപ്പോൾ അത് മാക്സിമം ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങും പെട്ടെന്ന്.